പുഷ്പ 2 സിനിമയുടെ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ ഹൈദരാബാദ് പോലീസ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ അറസ്റ്റ് ഒരു പകപോക്കലാണെന്ന ആരോപണവും വിമർശനവുമായി അല്ലു ആരാധകർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ചിരഞ്ജീവിയുടെ മെഗാ ഫാമിലിക്കെതിരായാണ് ആരാധക രോക്ഷം അണപൊട്ടിയിരിക്കുന്നത്. എന്തായിരിക്കാം അതിനുള്ള കാരണങ്ങൾ? തെലുങ്ക് സിനിമയിലെ ഏറ്റവും ശക്തരായ കുടുംബങ്ങളിൽ ഒന്നായ ചിരഞ്ജീവിയുടെ മെഗാ ഫാമിലിയുമായി അത്ര നല്ല സ്വരച്ചേർച്ചയിലല്ല ബന്ധു കൂടിയായ അല്ലു അർജുൻ എന്നാണ് ടോളിവുഡിൽ നിന്നുള്ള സംസാരം. അല്ലു അർജുന്റെ അമ്മാവനാണ് ചിരഞ്ജീവി. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ സമയത്താണ് മെഗാ ഫാമിലിക്കുള്ളിലെ തർക്കങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ശക്തമായത്. ആന്ധ്രാപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നന്ദ്യാൽ മണ്ഡലത്തിലെ YSR കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥി ശിൽപ രവിയുടെ വീട് അല്ലു അർജുൻ സന്ദർശിച്ചിരുന്നു. വീടിന് പുറത്ത് തടിച്ചുകൂടിയ ആരാധകരെ അല്ലു അർജുൻ അഭിസംബോധന ചെയ്തതോടുകൂടിയാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്നാണ് ആരാധകർ പറയുന്നത്. സുഹൃത്തിന്റെ വീട് സന്ദർശിച്ച ഇദ്ദേഹം ഇലക്ഷൻ പ്രചാരണത്തിനായി എത്തിയതാണെന്ന രീതിയിൽ വാർത്തകൾ വന്നു. അമ്മാവനായ പവൻ കല്യാൺ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അല്ലു അർജുൻ പ്രചാരണം നടത്തിയെന്ന നിലയിൽ കൂടിയായിരുന്നു സന്ദർശനം വ്യാഖ്യാനിക്കപ്പെട്ടത്. സന്ദർശനം രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ഭാഗമല്ലെന്ന് അല്ലു അർജുൻ പറഞ്ഞെങ്കിലും അവിടം കൊണ്ട് കാര്യങ്ങൾ അവസാനിച്ചില്ല. പവൻ കല്യാൺ ഇലക്ഷനിൽ വിജയിച്ചപ്പോൾ കുടുംബത്തിൽ നടന്ന ആഘോഷങ്ങളിൽ അല്ലുവിന്റെ കുടുംബം ഉണ്ടായിരുന്നില്ല. പിന്നീട് താരകുടുംബത്തിൽ നടന്ന പല ചടങ്ങുകളിലും അല്ലു അർജുന്റെയും കുടുംബത്തിന്റെയും സാന്നിധ്യമില്ലായിരുന്നു. ഇലക്ഷന് ശേഷം പവൻ കല്യാൺ നടത്തിയ പല പരാമർശങ്ങളും അല്ലു അർജുന് നേരെയുള്ള അമ്പുകളായിരുന്നു എന്നാണ് ആരാധകരുടെ കണ്ടെത്തലുകൾ. ഒരിക്കൽ കർണാടക വനമന്ത്രി ഈശ്വർ ബി ബന്ദ്രയ്ക്കൊപ്പം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പണ്ട് സിനിമകളിൽ മരം രക്ഷിക്കുന്നവരെ ഹീറോയായി കണ്ടിരുന്ന കാലത്തു നിന്നും ഇപ്പോൾ മരങ്ങൾ അനധികൃതമായി വെട്ടിക്കടത്തുന്നവരെ ഹീറോ ആയി യുവാക്കൾ ആദരിക്കുന്നു എന്ന പവൻ കല്യാണിന്റെ പരാമർശം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പുഷ്പ എന്ന അല്ലു അർജുൻ കഥാപാത്രത്തെയാണ് പവൻ കല്യാൺ ഉദ്ദേശിച്ചത് എന്ന് ഏറെക്കുറെ ഇതിൽ നിന്നും വ്യക്തവുമായിരുന്നു. അല്ലു അർജുൻ മെഗാ ഫാമിലി അകൽച്ചയിൽ പുഷ്പ 2 ബോക്സ് ഓഫീസ് വിജയവും വലിയ ഘടകമാകുമെന്നാണ് ടോളിവുഡിൽ നിന്നുള്ള വിലയിരുത്തൽ. പുഷ്പ 2 ശേഷം തെലുങ്കു സിനിമയിൽ റിലീസാകുന്ന വൻ ചിത്രം രാംചരൺ നായകനാകുന്ന ഗെയിം ചേഞ്ചറാണ്. RRR എന്ന ചിത്രത്തിന് ശേഷം രാംചരൺ നായകനായ ഒരു ചിത്രവും ഇറങ്ങിയിട്ടില്ല. മെഗാ ഫാമിലിയുടെ പിൻബലമില്ലാതെ അല്ലു ഒറ്റയ്ക്ക് ഒരു ചിത്രം 1000 കോടി ക്ലബിൽ എത്തിച്ചത് രാംചരണിന്റെ ഗെയിം ചേഞ്ചറിന് മുകളിൽ സമ്മർദ്ദമുണ്ടാക്കുന്നു എന്നാണ് വിവരം. പുഷ്പ 2 റിലീസ് സമയത്തോ വിജയ സമയത്തോ മെഗാ ഫാമിലിയിൽ നിന്ന് ആരും ആശംസ നേരാത്തതും ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കരിയറിന്റെ ആദ്യ നാളുകൾ മുതൽ തന്നെ മെഗാ ഫാമിലിയുടെ മേൽവിലാസത്തിൽ നിൽക്കാൻ അല്ലു അർജുൻ ആഗ്രഹിച്ചിട്ടില്ലെന്നാണ് തെലുങ്ക് സിനിമാ മേഖലയിൽ നിന്നുള്ള പലരും ചൂണ്ടിക്കാണിക്കുന്നത്. മെഗാ ഫാമിലിയുമായി ചേർന്നു നിർത്താതെ തന്റെ കരിയർ ഉയർത്തിക്കൊണ്ടുവരാനാണ് നടൻ ശ്രമിച്ചതെന്ന് ഇവർ പറയുന്നു. പുഷ്പ 2 പ്രമോഷൻ പരിപാടികളിൽ അല്ലു അർജുന്റെ പ്രസംഗം വരെ ഇതിനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. മെഗാ ഫാമിലിയിലെ ഒരാളുടെയും പേരെടുത്തു പറയാതെ ആയിരുന്നു നടന്റെ പ്രസംഗം. പുഷ്പ പോലെ അല്ലു അർജുന്റെ സ്റ്റാർഡത്തിൽ നിർണായകമായ ചിത്രത്തിന്റെ വേദിയിൽ മെഗാ ഫാമിലിയെ പരാമർശിക്കേണ്ട ആവശ്യമില്ലെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. ഇതെല്ലാം ചേർത്തുവെച്ചാണ് അല്ലു അർജുന്റെ അറസ്റ്റിൽ മെഗാ ഫാമിലിക്കെതിരെ ആരാധക രോക്ഷം ഉയരുന്നത്.